ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തങ്ങ പച്ചടിയാണ്. ഇത് സൗത്ത് കേരളയിലെ സദ്യയിലെ ഒരു പ്രധാന പച്ചടിയാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. 1/2 കിലോ മത്തങ്ങ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നെകക്ക വെള്ളം ഒഴിച്ച് അടച്ച് നമുക്ക് വേവിക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചതോടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് അടച്ച് നമുക്ക് വേവിക്കാം. ഇത് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കണം, തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് അരച്ചിടാനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ സൈസ് ചുമന്നുള്ളിയാണ്, ഇതുകൊണ്ട് ഇത് 3 എണ്ണം മതി. ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം എടുക്കണം. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതാ മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മത്തങ്ങയിലെ വെള്ളമെല്ലാം ഇതേപോലെ വറ്റണം. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമ്മൾ അധികം തിളപ്പിക്കില്ല, അതുകൊണ്ട് മത്തങ്ങയിലെ വെള്ളം നല്ലോണം വറ്റിയ ശേഷം വേണം അരപ്പിട്ട് കൊടുക്കാൻ. ഇതിൽ കടു അരച്ചിരിക്കുന്നതുകൊണ്ട് അധികം തിളപ്പിക്കാൻ പാടില്ല, കടുവിൻ്റെ കയ്പ്പ് രസം ഉണ്ടാവും. ഈ പച്ചടിയാണ് നല്ല കുറുകിയ രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇതിപ്പോൾ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി തണുത്ത ശേഷം ഇതിലേക്ക് തൈര് ഒഴിക്കണം. അതിന് ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്പൂണിട്ടൊന്ന് അടിച്ച ശേഷം വേണം ഇതിലോട്ട് ഒഴിക്കാൻ. ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് നമുക്കിതിനകത്തിൽ നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവ പൊടിയായിട്ട് കടകളിൽ നിന്ന് പച്ചയാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് വാങ്ങിച്ചാൽ അത് നിങ്ങൾ വറുത്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ, ഇല്ലെങ്കിൽ നല്ല കയ്പുണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് കടു വറുത്തിടണം. ഇതാണ് മത്തങ്ങ പച്ചടിയുടെ കൺസിസ്റ്റൻസി. ഉപ്പ് പോരായെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ കടുകും 4 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൊടുത്ത് കടു വറുക്കണം. ഇതിനെ നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചടി റെഡിയായി. ഇതുണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.